സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. മാക്സിമം നിങ്ങൾ ടൗണിലൂടെ പോകുമ്പോൾ ഒരു 25-30 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ നിങ്ങൾ പോവുക. കാരണം പ്രത്യേകിച്ച് ഈ ഓട്ടോറിക്ഷക്കാരോടുള്ള മാത്രമുള്ള ഒരു അഭ്യർത്ഥനയാണ്. കാരണം നിങ്ങളുടെ ഓട്ടം വിളിക്കാനും എതിർവശത്തു നിന്നും വലതുവശത്തു നിന്നും ഇടതുവശത്തു നിന്നും നടുവിൽ നിന്നും നിങ്ങളുടെ ഓട്ടം വിളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ടൗണിലെ സ്പീഡ് ഒരു 25 സ്പീഡ് കിലോമീറ്റർ ആക്കി പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അതായത് ബാക്കിൽ സ്പീഡിൽ ധൃതിയിൽ പോണ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാവും, അവർക്കും കൂടി ഒരു കെയർ ആവും. പിന്നെ തിരിയുമ്പോഴും മറിയുമ്പോഴും നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇടുക. ഈ ടൗണിൽ കൂടെ പോകുമ്പോഴേ ഓരോ ഡ്രൈവർമാർക്ക് ഏതൊരു വണ്ടി ആയിക്കോട്ടെ, ഏതൊരു വണ്ടി ആയാലും എങ്ങനെയാണ് ശരിക്കും പോവുക അറിയാമോ? ഞാൻ കാണിച്ചു തരാം. ആഹാ, എനിക്ക് കുറച്ച് ധൃതിയുണ്ട് കേട്ടോ. അന്ന് പോയി പണിയാക്കി നിങ്ങൾ. മറ്റുള്ളവരെ എൻ്റെ മുന്നിൽ വരുന്നവരെ ആരും എൻ്റെ മുന്നിൽ വരരുത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ കാറിനെ കൊണ്ടുള്ള ആകെ അടങ്ങാറായി. ആണോ, പിന്നെ 25 അടി നീളമുള്ള വണ്ടി കൊണ്ടാണ് ആകെ 6 മീറ്റർ. ഇതാണ് ലെവല്. ഇതാ വരുന്നു. ഞാനൊരു കാര്യം പറയുകയാണ്, എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും ഇടിക്കും. ശരിക്കും ഇടിക്കൊന്നുമില്ല, അങ്ങനെ പറയാമെന്ന് മാത്രം. മനസ്സിൽ അങ്ങനെ ചിന്തിക്കണ്ട ഓരോ ആൾക്കാരും, ഓരോ ഡ്രൈവർമാരും. എനിക്കൊന്ന് വേഗം ഒന്ന് പോകണം. അപ്പം ഞാൻ ട്രാഫിക്കിൻ്റെ ലൈനൊന്നും നോക്കണില്ല കേട്ടോ. ഈ ട്രാഫിക് എന്താണെന്നൊക്കെ അറിയാം, ട്രാഫിക് റൂൾസ് എന്താണെന്ന് അറിയാം, ട്രാഫിക്കിൻ്റെ മര്യാദകൾ എന്താണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ പഠിപ്പിക്കൊന്നും വേണ്ട നിങ്ങൾ. കാരണം ഞാൻ പോളിടെക്നിക്കും എൻജിനീയറിങ്ങും പിന്നെ ബിസിനസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത്, കാര്യം പറഞ്ഞുതരാം. അങ്ങനെയൊക്കെ ഒരാളെ പോകും. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇന്നാരും പഠിപ്പിക്കാൻ വരരുത്. ഞാൻ 25 ലക്ഷം 35 ലക്ഷം ഉറുപ്പിയുടെ കാറാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൽ 1 ലക്ഷം 1,80,000 2,03,000 ഉറുപ്പിയുടെ കാറും ബൈക്കൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഇന്നെ പഠിപ്പിക്കാൻ വരരുത്. ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ പറയാം, അങ്ങനെയല്ല. ഇത് മോശമായിട്ടാവും പറയുന്നുണ്ടാവുക. അതിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരിക്കലും ഫോൺ ചെയ്തുകൊണ്ട് വാഹനം ഒരിക്കലും ഓടിക്കാൻ നിൽക്കരുത്. കാരണം പ്രത്യേകിച്ച് കൂടുതലും സംസാരിക്കുന്നത് സ്ത്രീകളോടാവും. കൂടുതൽ ഞാൻ പറയാം, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് നിങ്ങളുടെ സംസാരിച്ച ഫോണിൻ്റെ കോൾ ലിസ്റ്റിക്ക് കാണിച്ചാൽ മതി. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമാവുമല്ലോ. അപ്പോൾ ആരും നുണ പറഞ്ഞിട്ട് ജീവിക്കണ്ട. കാരണം നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതൽ സ്ത്രീകളോടും ആണ് മാത്രം. അത് പുരുഷന്മാരോടല്ല. പുരുഷന്മാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈവിംഗ് ആവും, നല്ല സുഖമായ ഡ്രൈവിംഗ് ആവും. നമുക്ക് മുന്നിൽ ഒരു പ്രശ്നങ്ങളും കാണില്ല. അപ്പോൾ ഞാൻ ദയവ് ചെയ്ത് പറയാണ്, നിങ്ങൾ സ്ത്രീകളോട് സംസാരിച്ചു കൊണ്ടിട്ട് ഒരിക്കലും വാഹനം ഓടിക്കാൻ നിൽക്കരുത്. അത് പിന്നിൽ വരുന്ന ആൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് നല്ല തേറി പറയുന്നുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ പല പ്രാവശ്യമായിട്ടും പല സമയത്തും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല എന്ന് കരുതും തോറും പിന്നെയും നമ്മളെ മുന്നിൽ തന്നെ കാണുകയാണ്. അപ്പോൾ നമ്മൾ കാൽനടയാത്രക്കാരെ പെട്ടെന്ന് ചാടി വീഴുന്ന ആൾക്കാരെ നമ്മൾ പരമാവധി സ്ലോ റൈസിങ് ആക്കിയിട്ട് നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കുക. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ പല വിധത്തിലാണ്, ഓരോ ആൾക്കാരും പല സ്വഭാവമാണ്. അപ്പോൾ അവരെങ്ങനെയാണ് നമ്മളോട് പ്രതികരിക്കുക എന്ന് നമ്മൾ പേടിക്കൊന്നും വേണ്ട. തെറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ്